ഇമ്മാതിരി വീട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരാളും പണിയണമെന്ന് ആഗ്രഹിക്കില്ല. അമ്മാതിരി വൃത്തികെട്ട വീട്, ആട്ടുംകൂട്ട് പോലുള്ള ഒരു വീട്. ആ വീടിന് 26,90,000 രൂപയാണത്രേ ഒരാളെങ്കിലും പറഞ്ഞത്. അത്ര കിട്ടിയാൽ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. കേട്ടപാടെ ആയിക്കോട്ടെ, കാരണം ഇവരുടെ പൈസയല്ലല്ലോ, നാട്ടുകാരുടെ പൈസയല്ലേ. നാട്ടുകാരുടെ പൈസ ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല. 27 ലക്ഷമാണ്, അങ്ങനെ 27 ലക്ഷത്തിന് ഉണ്ടാക്കിക്കോളി എന്ന് പറഞ്ഞിട്ടാണ് ഇവർ 2 കൊല്ലം മുമ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയത്. 2 കൊല്ലമായിട്ടും 400 വീടുകളുടെ പണി പൂർത്തിയാക്കിയില്ല. 2 മാസം കൊണ്ട് ഉണ്ടാക്കേണ്ടതാണ്, 2-3 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി കൊടുക്കേണ്ടതാണ്. 2 വർഷം കാത്തിരുന്നു, അവിടെ ഒരു ചുക്കും ചുണ്ണാമ്പും നടന്നില്ലാന്നേ. കാരണം ഇതൊക്കെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടോ? ദുരന്ത ബാധിതരല്ലേ, എന്ത് പ്രശ്നം, ഞങ്ങൾക്ക് പൈസ വരട്ടെ എന്നുള്ളത് മാത്രമേ പിണറായി വിജയന്റെ. എന്നിട്ട് അവസാനം ഇലക്ഷനിലേക്ക് പോകുമ്പോൾ വോട്ടെടുപ്പിന്റെ തലേന്ന് ഇതാ ഞങ്ങളെന്തോ ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തു, ഞങ്ങളുടെ വീട് ഞങ്ങളിതാ 178 ആൾക്കാരെ കയറി താമസിപ്പിക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴത്തേക്ക് അതാ അവിടുന്ന് മറ്റേ ചൂരൽമലയിൽ നിന്നും മുണ്ടക്കൈ നിന്നൊക്കെ ആൾക്കാർ ഇങ്ങനെ ആട്ടി തെളിച്ച് കൊണ്ടുവരുന്നു. മുഖ്യമന്ത്രിയുടെ കാൽക്കൽ പോയി കണ്ട് ഉന്തി തള്ളിയിട്ട് അവരെ കൊണ്ട് അവർ കാൽക്കൽ വീണതാണ്. കാരണം മുഖ്യമന്ത്രി ചെയ്തത് എന്തോ മഹത്തായ കാര്യം. എന്ത് മഹത്തായ കാര്യമാണോ മുഖ്യമന്ത്രി ചെയ്തത്? ഇയാളല്ല വേറെ ആളാണ് മുഖ്യമന്ത്രി എങ്കിൽ ഇതൊക്കെ ചെയ്യും. ഇതല്ല ഇതിന്റെ അങ്ങേപ്പുറം നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യും. ഇയാൾ ഇത്ര മാത്രം തോന്നിയാസം നടത്തിയിട്ട് പോയി കാല് പിടിക്കാനോ?